ഇപ്പോൾ കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ സ്ത്രീവിരുദ്ധവും ദ്വയാർത്ഥ പരാമർശവും നടത്തിയ ഉദയനിധി സ്റ്റാലിനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ഇന്ന് തന്നെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകി. റിമാൻഡ് ആവശ്യമില്ലെന്ന് അഡ്വക്കേറ്റ് ജനറൽ വിജയ് നാരായണൻ കോടതി അറിയിച്ചു. ചോദ്യം ചെയ്യലിനപ്പുറത്തേക്ക് മറ്റുദ്ദേശ ലക്ഷ്യങ്ങളില്ല എന്ന് IG കോടതിയെ അറിയിച്ചു. പോലീസിനോട് സഹകരിക്കണമെന്ന് ഉദയനിധി സ്റ്റാലിനോടും കോടതി നിർദ്ദേശം നൽകി. ഇന്നലെ കാവേരി നദീജല തർക്കത്തിൽ DMK നടത്തിയ പരിപാടിയിലായിരുന്നു ഉദയനിധിയുടെ വിവാദ പരാമർശം. ஆனா இதை பத்தி இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறார். அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്നായിരുന്നു പോലീസ് വാഹനത്തിലിരിക്കെ ഉദയനിധി സ്റ്റാലിൻ ന്യൂസ് 18നോട് പ്രതികരിച്ചത്. I'm ready to face the consequences. Let us wait and see. But you think your rights are misconstrued? Definitely. They have arrested me for nothing I have said. Police arrest me. I'm not worried. I'm ready to face the consequences. I'm ready to face the consequences. Let us wait and see. But you think your rights are misconstrued? Definitely. They have arrested me for nothing I have said. വിവരങ്ങളുമായി നന്ദന ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. നന്ദന, അങ്ങനെ ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡിയിലെടുത്തത് തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ ചർച്ചയാകുമ്പോൾ എന്താണ് പോലീസ് നടപടികൾ? എങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാരിന്റെ തീരുമാനവും? എൽദോ, തമിഴ്നാട്ടിൽ വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ്റെ ഈ ഒരു അറസ്റ്റ്. എന്തായാലും ഇന്ന് തന്നെ ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാനാണ് മദ്രാസ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഉദയനിധിയെ റിമാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ലെന്നും അഡ്വക്കേറ്റ് ജനറൽ വിജയ് നാരായണൻ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. തഞ്ചാവൂരിൽ ഇന്നലെ നടന്ന DMKയുടെ പരിപാടിക്കിടെയായിരുന്നു ഉദയനിധിയുടെ ദ്വയാർത്ഥ പ്രയോഗം. കാവേരി വിഷയത്തിൽ DMK തഞ്ചാവൂരിൽ നടത്തിയ പ്രതിഷേധത്തിനിടെ നടി തൃഷയെയും മുഖ്യമന്ത്രി വിജയെയും കൂട്ടിച്ചേർത്തായിരുന്നു ഉദയനിധി അശ്ലീല പരാമർശം നടത്തിയത്. ഇതിനെതിരെ TVKയുടെ സംഘടനകൾ വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഉദയനിധിയുടെ അറസ്റ്റ് ഉണ്ടാവുന്നത്. സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിലും തഞ്ചാവൂർ പോലീസ് നടത്തുന്ന അന്വേഷണത്തിൽ ഉദയനിധി പൂർണ്ണമായും സഹകരിക്കണമെന്നും തമിഴ്നാട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. TVK സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അറസ്റ്റിലാവുന്ന മൂന്നാമത്തെ MLA ആണ് ഉദയനിധി സ്റ്റാലിൻ. അതേസമയം ഈ അറസ്റ്റിനെ രാഷ്ട്രീയ പ്രതികാരം എന്നാണ് DMK വിലയിരുത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. ചോദ്യം ചെയ്യലുമായി സഹകരിക്കണമെന്ന് തന്നെയാണ് സർക്കാരിൻ്റെ നിലപാട്. എന്തായാലും അദ്ദേഹം പുറത്തു വന്നതിന് ശേഷമായിരിക്കും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. റൈറ്റ്, നന്ദനാണ് വിവരങ്ങൾ നൽകിയത്. അതായത് ഉടൻ തന്നെ ഒരു സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദയനിധി സ്റ്റാലിൻ പുറത്തേക്ക് എത്താനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. കോടതിയുടെ നിർദ്ദേശമുണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നുള്ളത്. മാത്രമല്ല മറ്റ് ലക്ഷ്യങ്ങളില്ല എന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.